കഴിഞ്ഞ ദിവസം ധ്രുവ് റാത്തിയുടെ പുതിയ വീഡിയോ വന്നിരുന്നു. ഇതിനോടകം വീഡിയോയ്ക്ക് 11 മില്യൺ കാഴ്ചക്കാരാണ് ഉണ്ടായിരിക്കുന്നത്. തിരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പായി പുറത്തു വന്ന വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ വളരെ വളരെ അപകടം പിടിച്ച ചില കണ്ടെത്തലുകളാണ്. 29 മിനിറ്റ് വരുന്ന വീഡിയോ ആണ് ധ്രുവ് അപ്ലോഡ് ചെയ്തത്. വീഡിയോയിൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. നമ്മൾ എല്ലാവരും കണ്ടിരിക്കേണ്ട അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ധ്രുവിന്റെ വീഡിയോയിലുള്ളത്. നമ്മൾ എല്ലാവരും കണ്ടിരിക്കേണ്ട വീഡിയോയുമാണത്. അതുപോലെ തന്നെ ഫുൾ വീഡിയോ മലയാളത്തിലും നിരവധി യൂട്യൂബേഴ്സ് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നുണ്ട്. വീഡിയോയിലേക്ക് വന്നാൽ നമുക്കറിയാം, ഇലക്ട്രൽ ബോണ്ട് അഴിമതി ഉൾപ്പെടെ BJPയുടെ മിക്ക കള്ളത്തരങ്ങളും അജണ്ടകളും ധ്രുവ് തന്റെ മുൻ വീഡിയോകളിലൂടെ പുറത്തു കൊണ്ടുവന്നിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ ധ്രുവ് പറയുന്ന വിഷയം ഇതുവരെ കണ്ടതുപോലെയുള്ള ഒന്നല്ല. വളരെ വളരെ അപകടം നിറഞ്ഞ നമ്മുടെ രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയാണ് അദ്ദേഹം നമുക്ക് തുറന്നു കാണിച്ചു തരുന്നത്. വാട്സ്ആപ്പ് യൂണിവേഴ്സിറ്റി അതൊരു തമാശയ്ക്ക് പറയുന്ന വാക്കാണെന്നാണ് നമ്മളിൽ പലരും ഇപ്പോഴും കരുതിയിരിക്കുന്നത്. എന്നാൽ അത് അങ്ങനെയല്ല. എന്താണ് BJPയുടെ IT സെൽ? എങ്ങനെയാണ് അത് പ്രവർത്തിക്കുന്നത്? യഥാർത്ഥത്തിൽ എന്താണ് ഈ വാട്സ്ആപ്പ് യൂണിവേഴ്സിറ്റി? എത്രത്തോളം അപകടങ്ങളാണ് അതിൽ നിറഞ്ഞിരിക്കുന്നത്? എത്രത്തോളം ആഴത്തിലാണ് അത് പ്രവർത്തിക്കുന്നത്? ഇതാണ് വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഹിന്ദി ഭാഷ അറിയാത്ത ഒരാൾക്ക് പോലും വളരെ കൃത്യതയോടെ മനസ്സിലാക്കാൻ കഴിയുന്ന തരത്തിലാണ് ധ്രുവ് ഈ വീഡിയോ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതായത് ആദ്യം ഇപ്പോഴും താഴേക്കിടയിലുള്ള സാധാരണക്കാരിൽ സാധാരണക്കാരായ BJPക്ക് വോട്ട് ചെയ്യുന്ന ജനങ്ങളുണ്ട്. അവർ എന്തുകൊണ്ടാണ് മോദിയെ തിരഞ്ഞെടുക്കുന്നത് എന്നതിനുള്ള വിശദീകരണത്തിൽ നിന്നാണ് വീഡിയോ ആരംഭിക്കുന്നത്. അവർ പറയുന്നത് പെട്രോളിനോ ഗ്യാസിനോ അങ്ങനെ എന്തിനു വില കൂടിയാലും അതൊന്നും അവർക്ക് പ്രശ്നമില്ല. ഗ്യാസിന് 500 അല്ല 5000 ആയാലും മോദിക്ക് വോട്ട് ചെയ്യൂ. അതിന് BJPയുടെ സ്ഥാനാർത്ഥിയായി ഒരു നായയെ കൊണ്ട് നിർത്തിയാലും ഞങ്ങൾ BJPക്ക് വോട്ട് ചെയ്യൂ. ഇത്തരത്തിലാണ് ഈ ജനങ്ങൾ സംസാരിക്കുന്നത്. എന്തുകൊണ്ടായിരിക്കും അവരൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നത്? BJPയുടെ ഒരു വനിതാ യുവമോർച്ച നേതാവ് ഒരു വേദിയിലിരുന്ന് പറയുന്നത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചിരിക്കുന്നത് 99 വർഷത്തെ ലീസ് കരാറിനാണ് എന്നാണ്. എവിടുന്നാണ് ഇവർക്ക് ഈ വിവരങ്ങളൊക്കെ ലഭിക്കുന്നത്? അതാണ് BJPയുടെ വാട്സ്ആപ്പ് യൂണിവേഴ്സിറ്റി. അതിനുശേഷം ഗോദി മീഡിയയുടെ കള്ളപ്രചരണങ്ങളാണ് ധ്രുവ് തുറന്നു കാണിക്കുന്നത്. അതായത് തെറ്റായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ സമൂഹത്തിൽ വിദ്വേഷവും സ്പർദ്ധയും വളർത്തുന്ന തരത്തിലുള്ള വാർത്തകൾ അവതരിപ്പിച്ചതും അതിന്റെ പേരിൽ ഈ മീഡിയാസിലെ ചില അവതാരകർക്കെതിരെ വന്നിട്ടുള്ള കേസുകളെ കുറിച്ചുമുള്ള വിവരങ്ങളാണ് നമുക്ക് കാണിച്ചു തരുന്നത്. അമൻ ചോപ്ര, അർണബ് ഗോസ്വാമി, ന്യൂസ് 18 അവതാരകൻ അമീഷ് ദേവ്ഗൺ തുടങ്ങിയ നിരവധി വാർത്താ അവതാരകരുടെയും ഗോദി മീഡിയയുടെയും കള്ളപ്രചാരണങ്ങൾ ധ്രുവ് പൊളിച്ചെടുക്കുന്നുണ്ട്. ഇതിൽ അർണബ് ഗോസ്വാമിയുടെ വാർത്തയാണ് എടുത്തു പറയേണ്ടതെന്ന് തോന്നുന്നു. അതായത് മഹാരാഷ്ട്രയിലെ പാൽഗറിൽ 2 സന്യാസിമാരെയും അവരുടെ ഒരു സഹായിയെയും കുട്ടികളെ തട്ടിക്കൊണ്ടു പോകുന്നവർ എന്ന് ആരോപിച്ച് ജനങ്ങൾ ആക്രമിച്ചിരുന്നു. ആൾക്കൂട്ട ആക്രമണത്തിന്റെ പേരിൽ പോലീസ് 101 പേർക്കെതിരെയാണ് കേസെടുത്തത്. എന്നാൽ ഈ വാർത്ത അർണബ് ഗോസ്വാമി പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: കാവ്യ വസ്ത്രം ധരിച്ചെത്തിയ 2 ഹിന്ദു സന്യാസിമാരെ മുസ്ലിങ്ങൾ ചേർന്ന് മർദ്ദിച്ചു എന്നായിരുന്നു അത്. അന്ന് അറസ്റ്റ് ചെയ്ത 101 പേരിൽ ഒരാൾ പോലും മുസ്ലിം അല്ലായിരുന്നു. ഇത് ആഭ്യന്തരമന്ത്രിയായ അനിൽ ദേശ്മുഖ് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. എന്നാൽ വാട്സ്ആപ്പ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും പ്രചരിച്ച നുണ ഒരു നാണവുമില്ലാതെ അർണബ് ഗോസ്വാമി ചാനലിലൂടെ പ്രചരിപ്പിക്കുകയാണ് ചെയ്തത്. അതുപോലെ തന്നെ സി ന്യൂസ് അവതാരകൻ സുധീർ ചൗധരിയുടെ പലതരം ജിഹാദുകളെ കുറിച്ച് പഠിപ്പിക്കുന്ന ഒരു ക്ലാസ് ഉണ്ടായിരുന്നു. അത് നമുക്ക് ധ്രുവിന്റെ വീഡിയോയിൽ കാണാൻ കഴിയും. എങ്ങനെയാണ് പലതരം ജിഹാദുകൾ ഉണ്ടാകുന്നതെന്ന് വ്യക്തമാക്കുന്ന ഒരു ഫ്ലോ ചാർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് സുധീർ ചൗധരിയുടെ ജിഹാദ് ക്ലാസ്. ഹാർഡ് ജിഹാദ്, സോഫ്റ്റ് ജിഹാദ്, മീഡിയ ജിഹാദ്, ഹിസ്റ്ററി ജിഹാദ്, എക്കണോമിക് ജിഹാദ്, അങ്ങനെ പലതരം ജിഹാദുകൾ നീളുന്നതായിരുന്നു ആ ഫ്ലോ ചാർട്ട്. എവിടെ നിന്നാണ് ഈ അറിവുകളൊക്കെ ഇവർക്ക് ലഭിക്കുന്നത്? വാട്സ്ആപ്പ് യൂണിവേഴ്സിറ്റികളിൽ നിന്ന്. ഇവർക്കെതിരെ എല്ലാം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതായത് ഇത്തരം പല രീതികളിലൂടെ പല വഴികളിലൂടെ വെറുപ്പിന്റെ വിഷം പരത്തുകയാണ് ഈ മീഡിയാസ് എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവർക്ക് ഈ വെറുപ്പിന്റെ സന്ദേശങ്ങൾ വരുന്നത് എവിടെ നിന്നാണ്? അത് മറ്റെങ്ങൊന്നുമല്ല, ഈ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ നിന്നാണ്. അതൊരു നിസ്സാരമായി തള്ളിക്കളയേണ്ട ഒന്നല്ല എന്നാണ് ധ്രുവ് വീഡിയോയിൽ ഓർമ്മപ്പെടുത്തുന്നത്. കാരണം അതിന്റെ വേര് വളരെ ആഴത്തിലാണ് പതിഞ്ഞിരിക്കുന്നത്. BJPക്കായി 32 ലക്ഷം വാട്സ്ആപ്പ് ഗ്രൂപ്പുകളാണ് പ്രവർത്തിക്കുന്നതെന്നാണ് അമിത്ഷാ ഒരിക്കൽ അഭിമാനത്തോടെ പറഞ്ഞത്. എങ്ങനെയാണ് BJPയുടെ IT സെൽ ഈ വാട്സ്ആപ്പ് ഗ്രൂപ്പുകൾ പ്രവർത്തിപ്പിക്കുന്നത്? അതിനെ 4 ഘട്ടങ്ങളായിട്ടാണ് ധ്രുവ് റാത്തി തരം തിരിച്ചിരിക്കുന്നത്. അതിൽ ഒന്നാമത്തേത് ആത്മാഭിമാനമാണ്. ഹിന്ദുവായി ജനിച്ചതിൽ അഭിമാനിക്കുക. നമ്മുടെ ചരിത്രമാണ് ലോകത്തിലെ ഏറ്റവും വലിയ ചരിത്രം. ഹിന്ദുവിന്റെ സംസ്കാരത്തിൽ അഭിമാനിക്കുക. അങ്ങനെ ഒരു ഹിന്ദുവിന് അഭിമാനം തോന്നുന്ന തരത്തിലുള്ള സന്ദേശങ്ങളായിരിക്കും ആദ്യം ഈ ഗ്രൂപ്പുകളിലൂടെ നിങ്ങളിലേക്ക് എത്തുന്നത്. ഈ അഭിമാനത്തിൽ പുളകം കൊള്ളുന്ന സമയം നിങ്ങൾക്ക് അടുത്ത സന്ദേശം എത്തും. അതാണ് രണ്ടാം ഘട്ടം, ഇരവാദം.
അപ്പോൾ മുതൽ വരുന്ന സന്ദേശങ്ങളെല്ലാം നിങ്ങളെ ഇരയാക്കിക്കൊണ്ടുള്ള സന്ദേശങ്ങളായിരിക്കും. അതായത് കഴിഞ്ഞ നൂറ്റാണ്ടുകളായി ഹിന്ദുക്കൾ നേരിടേണ്ടി വന്ന അക്രമങ്ങളും അത്യാചാരങ്ങളും എന്തൊക്കെയാണെന്നും ആയിരക്കണക്കിന് വർഷങ്ങളായി അവർ നമ്മളെ ഉയരങ്ങളിലേക്ക് ഉയരാൻ അനുവദിക്കുന്നില്ലെന്നും എന്നിങ്ങനെയുള്ള ഇരവാദ സന്ദേശങ്ങളാണ് നിങ്ങൾ ഹിന്ദു എന്ന അഭിമാനത്തിൽ പുളകം കൊണ്ട് നിൽക്കുമ്പോൾ വരുന്നത്. അങ്ങനെ സ്വയം അഭിമാനത്തിൽ നിന്നും സ്വയം സഹതാപത്തിലേക്ക് എത്തുന്നു. അപ്പോൾ അടുത്ത ഘട്ടത്തിലുള്ള സന്ദേശങ്ങൾക്ക് സമയമാകും. നിങ്ങൾ അപകടത്തിലാണ്. നൂറ്റാണ്ടുകളായി നിങ്ങൾ നേരിട്ട അക്രമങ്ങളിൽ നിന്നും നിങ്ങൾ മോചിതനായിട്ടില്ല. ഇപ്പോഴും നിങ്ങൾ അപകടത്തിലാണെന്ന തരത്തിലായിരിക്കും പിന്നീടുള്ള സന്ദേശങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നത്. അവിടെ നടന്ന സംഭവങ്ങൾ ഇതാണ്, ഇവിടെ നടന്ന സംഭവങ്ങൾ ഇതാണ്, നിങ്ങൾ സുരക്ഷിതരല്ല, ലോകം മുഴുവൻ നിങ്ങൾക്കെതിരാണ്, അങ്ങനെ പോകും പിന്നീടുള്ള സന്ദേശങ്ങൾ. തുടർന്ന് സഹതാപത്തിൽ നിന്നും നിങ്ങൾ ഭയത്തിലേക്കും ഞെട്ടലിലേക്കും മാറും. ഈ സമയം അവസാനത്തേതും നാലാമത്തേതുമായ ഘട്ടത്തിലെ സന്ദേശങ്ങൾ നിങ്ങളിലേക്ക് വന്നു തുടങ്ങും. പേടിക്കണ്ട, മോദിജി നിങ്ങളെ രക്ഷിക്കും. നിങ്ങളെ ആപത്തിൽ നിന്നും രക്ഷിക്കുന്ന ദൈവമാണ് മോദിജി. നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കണ്ട. മോദി കൃഷ്ണന്റെയും രാമന്റെയും പുനർജന്മമാണ്. അങ്ങനെ നീളും പിന്നീടുള്ള സന്ദേശങ്ങൾ. അങ്ങനെ ഭയത്തിൽ നിന്നും നിങ്ങൾ ആശ്വാസത്തിലേക്കും ഭക്തിയിലേക്കും മാറും. ഈ ഇമോഷണൽ റോളർ കോസ്റ്റർ ടെക്നിക്കാണ് BJP അവരുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലൂടെ നടത്തിക്കൊണ്ടിരിക്കുന്നതെന്നാണ് ധ്രുവ് പറയുന്നത്. ഇതാണ് വീഡിയോയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗവും. ഇതിനെതിരെ ശബ്ദമുയർത്തണമെന്നും ഒറ്റക്കെട്ടായി തന്നോടൊപ്പം ഈ പോരാട്ടത്തിൽ നിൽക്കണമെന്നും നിങ്ങളാൽ കഴിയുന്ന തരത്തിൽ 1 മിനിറ്റെങ്കിൽ 1 മിനിറ്റ് ഈ വിവരങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ ഒരു വീഡിയോയോ റീലോ ചെയ്യുകയെന്നും എല്ലാവരും തീർച്ചയായും വോട്ട് ചെയ്യണമെന്നും എന്നിങ്ങനെ പല അഭ്യർത്ഥനകൾ ചെയ്തുകൊണ്ടാണ് ധ്രുവ് തന്റെ വീഡിയോ അവസാനിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ഈ വീഡിയോയും നിങ്ങൾ പരമാവധി ഷെയർ ചെയ്യുക, അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക.